ഈ നല്ല സമയത്ത് ദൈവവചനത്തിൽ നിന്ന് പ്രബോധിക്കുന്നതിന് മുൻപായിട്ട് ഒരു ചോദ്യം: ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? പ്രിയ ദൈവജനമേ, ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ചിലർ പറയും അതൊരു അനുഗ്രഹമാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, രാവിലെ ജോലിക്ക് വേണ്ടി ഒരു പുരുഷൻ വീട് വിട്ടിറങ്ങിപ്പോയി. അവൻ 5 മണി വരെ ജോലി ചെയ്തു. തിരിച്ചു വന്ന സമയത്ത് ഒരു ബാറിൽ കയറി നല്ലപോലെ മദ്യപിച്ച് ആടിയാടി വീട്ടിലേക്ക് സന്ധ്യാസമയം 7 മണിയായപ്പോൾ തന്നെ കാത്തിരിക്കുന്ന തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഈ അവസ്ഥയിൽ ഈ മനുഷ്യനെ കണ്ട് ഡോർ വലിച്ചകത്ത് കയറി കട്ടിലെ കിടന്ന കിടപ്പെ ഗാഠനിദ്രയിലേക്ക് പോയി. വേദനയും പ്രയാസത്തോടും കൂടി തൻ്റെ ഭാര്യയും മക്കളും. ഈ മനുഷ്യന് ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? തീർച്ചയായിട്ടും ആ മനുഷ്യന് ഉറക്കം ഒരു ശാപമാണ്. അങ്ങനെയെങ്കിൽ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുപോലെ പ്രഭാതത്തിൽ ജോലിക്ക് പോയി ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് തൻ്റെ വീട്ടിലേക്കുള്ള ആവശ്യ സാധനങ്ങളും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അല്പം ബേക്കറി സാധനങ്ങളൊക്കെയും വാങ്ങി ഭവനത്തിൽ വന്ന് കുളിച്ച് തൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വിളിച്ച് ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ദൈവവചനം വായിച്ച് പ്രാർത്ഥിച്ച് തീന്മേശയിൽ ചുറ്റുമിരുന്ന് സന്തോഷത്തോടെ പ്രാർത്ഥിച്ച് അവിടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ തനിക്ക് വേണ്ടി ഒരുക്കിയ ഇഷ്ടഭോജനം കഴിച്ച് ഒരുമിച്ച് സന്തോഷത്തോടെ നിദ്രയിലേക്ക് പ്രവേശിച്ച കുടുംബം. ഇവർക്ക് ഉറക്കം ഒരു അനുഗ്രഹമാണോ ശാപമാണോ? തീർച്ചയായിട്ടും ഈ മനുഷ്യനെ സംബന്ധിച്ച് ഉറക്കം ഒരു അനുഗ്രഹമാണ്. പ്രിയ ദൈവജനമേ, ഉറക്കം ഒരു അനുഗ്രഹവുമാണ്, അത് ശാപവുമാണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ വി ഇൻടേക്ക് ഇറ്റ്. നാം അതിനെ എപ്രകാരമാണ് മനസ്സിലാക്കുന്നത്, എടുക്കുന്നത്, എപ്രകാരമാണ് അതിനെ സമീപിക്കുന്നത് ആസ്പദമാക്കിയാണ് ഉറക്കം. നമുക്കത് ശാപവുമാക്കാം, അത് അനുഗ്രഹവുമാക്കാം. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അസ്. അത് നമ്മെ സംബന്ധിച്ച് നമ്മിൽ മാത്രം ഫലമേൽപ്പിച്ച ഒന്നാണ്. തിരുവചനം നാം പഠിക്കുമ്പോൾ യോന പ്രവാചകന്റെ പുസ്തകം യോനായ്ക്ക് ദൈവത്തിൻ്റെ വെളിപ്പാടുണ്ടായി. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ പാർക്കുന്നിടത്തിൽ നിന്ന് ഒരു പട്ടണത്തിൽ പോയി ആ പട്ടണത്തിന് വിരോധമായിട്ട് പ്രസംഗിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ യോന ദൈവസന്നിധിയിൽ നിന്ന് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്ന് തർശീസിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൃത്യമായിട്ട് അതിന് കൂലി കൊടുത്ത് അതിൻ്റെ ടിക്കറ്റൊക്കെ മേടിച്ച്, കള്ളവണ്ടിയിലൊന്നുമല്ല, കൃത്യമായിട്ട് അതിൻ്റെ കൂലി കൊടുത്ത് ടിക്കറ്റ് എടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടി തർശീസിലേക്ക് പോകുമ്പോൾ തിരുവചനം പറയുന്നത്, യോന പുസ്തകം 1:4 മുതൽ, യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ച് കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി എന്നാണ്. ഹല്ലേലൂയ, സ്തോത്രം. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ച്, ആ കപ്പലിലുള്ളവർ ഓരോരുത്തൻ താന്താൻ്റെ ദേവനോട് നിലവിളിച്ചപ്പോൾ സത്യദൈവത്തിൻ്റെ പ്രവാചകനായ മനുഷ്യൻ, സാക്ഷാൽ ദൈവത്തിൻ്റെ പ്രവാചകനായ യോന എന്ത് ചെയ്യുമായിരുന്നു? അവൻ യോനയോ കപ്പലിൻ്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. അവിശ്വാസികൾ അവരവരുടെ ദൈവത്തെ വിളിച്ചപ്പോൾ സാക്ഷാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ യോന
കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. പ്രിയമുള്ള ദൈവജനമേ, നമ്മിൽ പലരും നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം ക്ഷോഭമായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതി ഒരു പ്രത്യേക അവസ്ഥയിലായിരിക്കുമ്പോൾ, നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ നാം എല്ലാം മറന്ന് യോനയെ പോലെ ഗാഢനിദ്രയിലാണ്. When there are natural calamities around us, not realizing what's happening around, we fall into great sleep like Prophet Jonah. ഇത് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ളതാണ്. നമുക്ക് ചുറ്റുവട്ടത്തൊക്കെ എന്താണെന്ന് സംഭവിക്കുന്നത് നാം അറിയാതെ വീടിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഗാഢനിദ്രയിൽ നിന്നാണ്. അതാണ് വൺ ടൈപ്പ് ഓഫ് സ്ലീപ്പ്. ചിലപ്പോൾ നമ്മിൽ പലരും ഇപ്രകാരം ഒരു ഗാഢനിദ്രയിൽ ഏർപ്പെട്ടവരായിരിക്കാം. വീണ്ടും ഉറക്കത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകം 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് ഉറക്കത്തിൻ്റെ മറ്റൊരു മുഖം ഇവിടെ കാണുവാൻ സാധിക്കും. ശമൂവേലിൻ്റെ മാതാവ് ദൈവത്തിനോട് യാചിച്ച് പ്രാർത്ഥിച്ച് ലഭിച്ചൊരു മകനായിരുന്നു ശമൂവേൽ. ഹന്ന ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, എനിക്കൊരു മകനെ നൽകുകയാണെങ്കിൽ ഞാൻ അവനെ നിൻ്റെ ശുശ്രൂഷയ്ക്ക് അയക്കാം. അപ്രകാരം ദൈവം മകനെ തന്നെ നൽകി. ഏലി പുരോഹിതൻ്റെ മുൻപാകെ ശുശ്രൂഷയ്ക്ക് ശമൂവേൽ ബാലനെ അയച്ചാണ്. തിരുവചനം പറയുന്നത് 1 ശമൂവേൽ 3:1 മുതൽ, ശമൂവേൽ ബാലൻ ഏലിയുടെ മുൻപാകെ ശുശ്രൂഷ ചെയ്തു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർബലമായിരുന്നു, ദർശനമേറെ ഇല്ലായിരുന്നു. അക്കാലത്ത് ഒരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ വഹിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുൻപേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയൻ എന്ന് അവൻ വിളി കേട്ട് ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. അവൻ പോയി കിടന്ന്. യഹോവ പിന്നെയും ശമൂവേലിനെ വിളിച്ചു. ശമൂവേൽ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്നു, അടിയൻ ഇതാ എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, മകനെ, പോയി കിടന്നുകൊള്ളുക എന്ന് പറഞ്ഞു. ശമൂവേൽ അന്നുവരെ യഹോവയെ അറിഞ്ഞില്ല. യഹോവയുടെ വചനം അവന് അന്നുവരെ വെളിപ്പെട്ടുമില്ല. യഹോവ ശമൂവേലിനെ 3-ാം പ്രാവശ്യം വിളിച്ച്. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുക്കൽ ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവയായിരുന്നു ബാലനെ വിളിച്ചതെന്ന് മനസ്സിലായി. ഏലി ശമൂവേലിനോട്, നീ പോയി കിടന്നുകൊള്ളുക, ഇനിയും നിന്നെ വിളിച്ചാൽ യഹോവയെ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞ് കൊള്ളണമേ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശമൂവേൽ തൻ്റെ സ്ഥലത്ത് ചെന്ന് കിടന്നു. അപ്പോൾ യഹോവ വന്നു നിന്ന് മുമ്പിലത്തെ പോലെ, ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ, അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തു, ഇതാ ഞാൻ ഇസ്രായേലിൻ്റെ ഒരു കാര്യം ചെയ്യും. അങ്ങനെ 4-ാമത്തെ പ്രാവശ്യം ശമൂവേലിനെ വിളിച്ചപ്പോൾ, അടിയൻ ഇതാ കേൾക്കുന്നു, അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ദൈവത്തിൻ്റെ വിളി ഉണ്ടായിരുന്നപ്പോൾ അത് ഏലിയാണ് വിളിക്കുന്നതെന്ന്, ഏലിയുടെ വിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി കിടന്നുറങ്ങി. 3 പ്രാവശ്യം സാക്ഷാൽ ദൈവവിളി ഉണ്ടായിട്ട് അത് മനുഷ്യൻ്റെ വിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി കിടന്നുറങ്ങി. ദൈവത്തിൽ പ്രിയ ദൈവജനമേ, നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ദൈവം നമ്മെ നേരിട്ട് വിളിക്കുമ്പോൾ, മകനെ, മകളെ, നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്ന് നേരിട്ട് വിളിക്കുമ്പോൾ അത് മനുഷ്യൻ്റെ വിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് നാം വീണ്ടും ശമൂവേൽ ബാലനെ പോലെ ഉറക്കത്തിലാകാറുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ദൈവം പറയുന്നത്, എഴുന്നേൽക്കുക,
നിന്റെ വിളി യഹോവയിൽ നിന്നെന്ന് രുചിച്ചറിഞ്ഞ് യഹോവയിൽ നിന്നറിഞ്ഞ് പ്രിയമുള്ള മക്കളെ അടിയനിതാ അരുളി ചെയ്യണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവവിളി മനുഷ്യൻ്റെ വിളിയാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി കിടന്നുറങ്ങരുത്. മൂന്നാമത്തെ ഭാഗം നാം പഠിക്കുമ്പോൾ ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ശിംശോനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്നു. ശിംശോനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൽ അനുഗ്രഹം പ്രാപിച്ച് ഈ ഭൂമിയിൽ ഇന്നുവരെയും നാളിതുവരെയും ജീവിച്ചിട്ടുള്ളവരിൽ ഏറ്റവും ശക്തനായ മനുഷ്യൻ, അനേക യുദ്ധങ്ങളെ ഇസ്രായേലിന് വേണ്ടി ജയിക്കുവാൻ തെരഞ്ഞെടുത്ത ഒരു വില്ലാളി, വീരൻ. എന്നാൽ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അനന്തരം ശിംശോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു ദുർനടപ്പുകാരി സ്ത്രീയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്ന്, ശിംശോൻ ഇവിടെ വന്നിരിക്കുന്ന ഗസ്യർക്ക് അറിവ് കിട്ടി. ഒരു ദുർനടപ്പുകാരി സ്ത്രീയുമായിട്ട് അവൻ ഇഷ്ടത്തിലായി. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് 3-ാമത്തെ വാക്യം, ആ സ്ത്രീ 4-ാമത്തെ വാക്യം മുതൽ, അതിനുശേഷം അവൻ സോരേക്ക് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ച് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന്, നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിൽ നിന്ന് ഞങ്ങളെ അറിയിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദലീല ശിംശോനോട്, നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന്, ഏതിനാൽ നിന്നെ ബന്ധിച്ചൊതുക്കാം എന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ ശിംശോൻ പറയുകയാണ്, ഒരിക്കലും ഉണങ്ങാത്ത പച്ചയായ 7 ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിക്കും. അവൾ അപ്രകാരം തന്നെ ചെയ്ത് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഉണങ്ങാത്ത 7 പച്ച ഞാണുകൾ അവൾക്ക് കൊടുത്തു. അവൾ ബന്ധിച്ചു. അവൾ പറഞ്ഞു, നിങ്ങൾ ഉൾമുറിയിൽ പതിയിരിപ്പീൻ എന്ന് പറഞ്ഞു. ശിംശോനെ ഫെലിസ്ത്യർ ഇതാ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തീ തൊട്ട ചണൽ നൂൽ പോലെ അത് പൊട്ടിക്കളഞ്ഞു. അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ലാതാണ്. രണ്ടാമതും അവൾ ചോദിക്കുകയാണ്, നീ എന്നെ ചതിച്ചു എന്നോട് ഭോഷ്ക് പറഞ്ഞു, നിന്റെ ഏതിനാൽ ബന്ധിക്കാമെന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത, ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ചു പോകുമെന്ന്. അങ്ങനെ തന്നെ അവൾ ചെയ്തു. ശിംശോൻ ഫെലിസ്ത്യർ വരുന്നു ഇതാ എന്ന് പറഞ്ഞു ഒരു നൂൽ പോലെ തൻ്റെ കൈമേൽ വന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു. ദലീല അവനെ വിട്ടില്ല. വീണ്ടും ചോദിക്കുകയാണ്, നിന്നെ ഏതിനാൽ ബന്ധിക്കണം എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു അവൻ അവളോട്, എൻ്റെ തലയിലെ 7 ജട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കും എന്ന് പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. ശിംശോനെ ഫിലിസ്ത്യർ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഉറക്കമുണർന്നു നെയ്തടിയുടെ കുറ്റിയും പാവും പറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു. അവൻ ഉറക്കമുണർന്നു നെയ്തടിയുടെ കുറ്റിയും പാവവും പറിച്ചെടുത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഈ 3 പ്രാവശ്യവും അവൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അവനോട് പറഞ്ഞില്ല. അവൾ പറയുന്നത്, നിന്റെ ഹൃദയം എന്നോട് ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എങ്ങനെ ഈ 3 പ്രാവശ്യവും നീ എന്നെ ചതിച്ച് നിന്റെ മഹാശക്തി ഏതിലാവുന്നു എന്ന് എനിക്ക് പറഞ്ഞില്ല താനും. ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളാൽ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന അഹസ്യപ്പെടുത്തി. അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവർത്തനായി തീർന്നിട്ട് തൻ്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു. ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല. ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വൃതസ്ഥനാവുന്നു. ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടു പോകും, ഞാൻ ബലഹീനായി തീരുമെന്നാണ് പറയുന്നത്. പ്രിയ ദൈവജനമേ, ദലീല
ഫെലിസ്ത്യ പ്രഭുക്കന്മാരെ ആളയച്ചു. ഇന്ന് വരുവീൻ, അവൻ തൻ്റെ ഉള്ളം മുഴുവൻ എന്നെ അറിയിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്നു പണവും കയ്യിൽ കൊണ്ടുവന്നു. അവൾ അവനെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജട 7 കളയിപ്പിച്ചു എന്നാണ്. 3-ാമത്തെ ഉറക്കം. ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി നാം എല്ലാം മറന്ന് ശിംശോനെ പോലെ ഉറങ്ങും. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ നിന്ന് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടും. തുടർന്നുള്ള ഭാഗം നമുക്കറിയാം. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ വന്ന് അവനെ മുമ്പിലത്തെ പോലെ കടഞ്ഞൊഴിഞ്ഞു കളയുമെന്ന് വിചാരിച്ചു. ഫെലിസ്ത്യരെ അവനെ പിടിച്ച് കണ്ണ് കുത്തിപ്പൊട്ടിച്ചു ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു. അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർത്തു. അങ്ങനെ ശിംശോൻ ഫെലിസ്ത്യ പ്രഭുക്കന്മാരുടെ കയ്യിലകപ്പെട്ടു. എന്നാൽ അവൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ച്, അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാളും കൂടുതൽ മനുഷ്യരെ അവൻ മരണസമയത്ത് കൊന്നു എന്ന് പറഞ്ഞു. എന്നിരുന്നാലും അവൻ്റെ ജീവൻ അവരോടൊപ്പം പോയി എന്നുള്ളതാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നാം ദൈവത്തെ മറഞ്ഞ് താൽക്കാലിക സുഖത്തിന് വേണ്ടി നാം ഉറങ്ങുകയാണെങ്കിൽ ശിംശോൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. വീണ്ടും ഒരു ഉറക്കത്തെക്കുറിച്ച് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലുള്ള സുവിശേഷം ഏതാണ്ട് അവസാനിച്ച് താൻ വളരെ വിഷമത്തിലായി ഗെത്സെമനെ തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരുവചനം പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 32 മുതൽ, അവർ ഗെത്സെമനെ എന്ന് പേരുള്ള തോട്ടത്തിൽ വന്നാറെ അവൻ ശിഷ്യന്മാരോട്, ഞാൻ പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. പിന്നെ അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടുവാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖത്തിലിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പേൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ കർത്താവായ യേശു ക്രിസ്തു ചെന്ന് പ്രാർത്ഥിച്ച്, പിതാവേ കഴിയുമെങ്കിൽ ആ നാഴിക നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. അബ്ബാ പിതാവേ, നിനക്ക് എല്ലാം കഴിയും, ഈ പാനപാത്രം എങ്കിൽ നീക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 37-ാമത്തെ വാക്യത്തിൽ പറയുന്ന, പ്രിയ ദൈവജനമേ, പിന്നെ അവൻ വന്നു, അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, ശിമോനെ, നീ ഉറങ്ങുന്നുവോ? ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിനക്ക് കഴിയുകയില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഈ ശിഷ്യന്മാരെ പോലെ പലരും നാം ഉറക്കത്തിലാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്നാണ് ദൈവവചനം പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് നാം ഉറക്കത്തിലാണ്. പ്രിയ ദൈവജനമേ, നമുക്ക് ചുറ്റും പ്രകൃതിക്ഷോഭമായിരിക്കുമ്പോൾ യോനായെപ്പോലെ നാം ഉറങ്ങുന്നതെങ്കിൽ ഉറക്കത്തിൽ നിന്ന് നാം ഉണരേണ്ട സമയമാണ്. ദൈവവിളി ശ്രവിച്ചിട്ട്, ദൈവവിളി ഉണ്ടായിട്ട് അത് മനുഷ്യൻ്റെ വിളിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ശമൂവേലിനെ പോലെ ഉറങ്ങുകയാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് ഉണരേണ്ട സമയമായിരുന്നു. ലൗകിക സുഖ സൗകര്യത്തിനു വേണ്ടി ദൈവത്തെ മറന്ന് ശിംശോനെ പോലെ നാം ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മുടെ നാശത്തിലേക്കായിരിക്കും നയിക്കുന്നത്.
ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സ്ഥലത്ത് നാം ഉറങ്ങുകയാണെങ്കിൽ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ നാം ഉണർന്നിരിക്കേണ്ടതാണ്. പ്രിയമുള്ള ദൈവജനമേ, എത്രയോ അനുഗ്രഹങ്ങൾ ഈ ഉറക്കത്താൽ നാം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? നാം ഒന്ന് സ്വയം ചോദിച്ചു നോക്കി. പാട്ടുകാരൻ പറയുന്ന ഇപ്രകാരമാണ്: കർത്തേനെ എത്രയനുഗ്രഹങ്ങളയ്യോ നഷ്ടമാക്കി വിധം, ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിതാ, തട്ടിയുണർത്തേണമേ. ഇന്നും കഷ്ടത തന്നിൽ വാലയുന്നു ഞാനിതാ, തട്ടിയുണർത്തേണമേ. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു പ്രിയമുള്ള ദൈവജനമേ, എത്രയോ അനുഗ്രഹങ്ങളാണ് നാം ഈ വിധം ഉറക്കത്തിൽ കൂടി നഷ്ടപ്പെടുത്തിയത്. ഇന്ന് പകൽക്കാലത്ത് ഈ സമയത്ത് യഹോവയുടെ ഒരു തട്ടി ഉണർത്തൽ നമുക്ക് അനിവാര്യമാണ്. ഉറക്കത്തിലായിരിക്കുന്നവരെ തട്ടി ഉണർത്തുവാൻ നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പരിശുദ്ധത്തിലേ അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ, ലംഘനങ്ങളെ ക്ഷമിക്കണമേ. അടിയങ്ങൾ അകൃത്യം ചെയ്ത് ദൈവസന്നിധിയിൽ നിന്നും മാറിപ്പോയിരിക്കുന്നു ദൈവമേ. ഇന്ന് ദൈവമേ, ഞങ്ങൾ ഉറക്കത്തിലാണ്, അങ്ങേ മറന്നുറക്കത്തിലാണെങ്കിൽ ഞങ്ങളെ അവിടുന്ന് തട്ടി ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരീക്ഷയിൽ അകപ്പെടാതിരുന്ന് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. അങ്ങയുടെ വിളിയുണ്ടായിട്ട് അത് മനുഷ്യൻ്റെ വിളിയെന്ന് തെറ്റിദ്ധരിച്ച് ഞങ്ങൾ ഉറങ്ങാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നമുക്ക് ചുറ്റും പ്രകൃതി ശോഭമായിരിക്കുമ്പോൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ. ലൗകിക മോഹങ്ങളുടെ പിന്നാലെ പോയി ഉറങ്ങുവാൻ ഞങ്ങളെ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വരവ് സമീപമായിരിക്കാൻ ഒരുക്കമുള്ളവരായിട്ട് അടിയങ്ങളെ മാറ്റണം. മാനവും മൗത്തും അപ്പച്ചനെടുക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവം നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.